ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദെ, 1 മണിക്കൂറിലേറെയായ ഒരു മനുഷ്യജീവൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഏകോപനം നടക്കുന്നുണ്ട്, രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടെ വേഗം ആവശ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനായി കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് മിഥില സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഷീലയുടെ വീടാണ് നമ്മൾ ഈ നേരെ കാണുന്നത്. ഷീല ആ സമയത്ത് ഷീലയുടെ മകൻ്റെ കുട്ടിയുമായിട്ട് ഈ ഉംറത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ നടക്കുന്നത്. അതായത് സുധി, ഷീല, നയന, ഈ 3 പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അവരുടെ കൊച്ചുമകനുമുണ്ട്. അപ്പം ആ ഘട്ടത്തിൽ ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ നീല ആ പാത്രത്തിന് സമീപത്താണ് അവർ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ ഈ ആദ്യം കല്ലുപോലെ എന്തോ വീഴുന്നു എന്നുള്ളതാണ് ഈ കുട്ടി ഈ അമ്മയോട് പറയുന്നത്. ആ ഘട്ടത്തിൽ നോക്കുന്ന സമയത്താണ് പൂർണ്ണമായിട്ടും മണ്ണ് ഇത്ര താഴത്തേക്ക് പതിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇതിൻ്റെ ദൃക്സാക്ഷികൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഈ സംഭവത്തിൽ, അതായത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപം നടന്നിട്ടുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇവിടെയുള്ള നാട്ടുകാർ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ മാസം 18-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനു മുൻപും, അതായത് ഏറ്റവും ഒടുവിൽ കൊടുത്ത പരാതിയാണ് ഈ മാസം 18-ാം തീയതി എന്നുള്ളത്. അതിനു മുൻപും ഇത്തരത്തിൽ പലതവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഹിറ്റാച്ചി കൊണ്ടുവന്ന ഇത്തരത്തിൽ ഈ കുറേ കൂടി രക്ഷാപ്രവർത്തനം കുറേ കൂടി സുഗമമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നേരത്തെ പരിമിതമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചായിരുന്നു, അതായത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പരിമിതമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചായിരുന്നു ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ കൂടി അഡ്വാൻസ്ഡായി, അല്ലെങ്കിൽ കുറേ കൂടി വേഗത്തിൽ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും നോക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ, അതായത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ ഈ മണ്ണ് വീഴുന്നു. 2 പേരെ ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഒരാളാണ് ഇപ്പോൾ മണ്ണിനടിയിലുള്ളത്. ആ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ, ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ ആരായാൻ വേണ്ടി ഈ കെട്ടിട അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഉടമകളെ, അല്ലെങ്കിൽ ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്ന അധികാരികളെ ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആരും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത് ഈ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. കാരണം അവരിൽ നിന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവർ ആരും തന്നെ ഇവിടെ ഇല്ല. മാത്രമല്ല, രാത്രി, അതായത് പല ഘട്ടങ്ങളിൽ സ്റ്റേ ഓർഡർ ഉൾപ്പെടെ ലഭിച്ചിട്ടും അതിനെയെല്ലാം വെല്ലുവിളിച്ചാണ് ഇത്തരത്തിൽ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. രാത്രി കാലങ്ങളിൽ അല്പം മുമ്പ്, അതായത് ഈ വീട്ടുടമ സുധിയും അതുപോലെ തന്നെ ഷീലയൊക്കെ പറഞ്ഞതനുസരിച്ച് രാത്രി കാലങ്ങളിൽ പോലും ഇത്തരത്തിൽ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. രാത്രി 9 മണിക്കും അതുപോലെ തന്നെ 10 മണിക്കും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ വീട്ടിനുള്ളിൽ മൊത്തം വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും, അതായത് പണത്തിൻ്റെ ഹുങ്ക് കൊണ്ട് ഇത്തരത്തിൽ ഈ കെട്ടിടം കെട്ടിപ്പൊക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ കെട്ടിട ഉടമകളുടെ ഭാഗത്തു നിന്ന് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ ഈ സംഭവം അറിഞ്ഞ് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിടിഞ്ഞ് വീഴുന്നതിന് തൊട്ട് മുൻപ് ഇതുവഴി, അതായത് ഒരാൾ ബൈക്കിൽ സഞ്ചരിച്ച് പോവുകയായിരുന്നു. അദ്ദേഹം ജസ്റ്റ് അവിടെ നിന്ന് പോയുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഈ മണ്ണിടിയൽ ഉണ്ടാകുന്നത്. കൂടാതെ ഇവിടെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ വന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം നമുക്കറിയാം, മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നൊക്കെ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മണ്ണും അല്ലെങ്കിൽ ഭൂമി ഒന്നാകെ കുതിർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ഇത്തരത്തിൽ യഥേഷ്ടം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഹിറ്റാച്ചി ഇപ്പോൾ നേരത്തെ രക്ഷാപ്രവർത്തനം നടന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ തിരച്ചിൽ നടത്തിയ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അതായത് പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാകുന്ന മേഖലയല്ല ഇത് എന്നുള്ളതാണ്. കാരണം നേരത്തെ കുറച്ച് മണ്ണ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ പിന്നീട് വലിയ രീതിയിൽ വീണ്ടും മണ്ണ് ഇവിടെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് വലിയ ഉരുളൻ കല്ലുകളും ഒപ്പം തന്നെ മണ്ണുമൊക്കെയാണ് മാറ്റേണ്ടത്. അത് മാറ്റിയാൽ മാത്രമേ ഇവിടെ നിന്നും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്
എന്നുള്ളതാണ്. മാത്രമല്ല മണ്ണ് മാത്രമല്ല, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ കമ്പിയും മറ്റ് സാമഗ്രികളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ സൂക്ഷിച്ച് വേണം ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ മുകളിലായിട്ട്, അതായത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് പുറം ലോകം അറിയാതിരിക്കുവാൻ വേണ്ടി കൃത്യമായിട്ട് ഷീറ്റ് ഉപയോഗിച്ച് മറച്ച് പൂർണ്ണമായിട്ടും ബന്ധവസ്ഥാക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. കറുത്ത ഷീറ്റ് കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ടാർപോളിംഗ് ഷീറ്റും അതുപോലെ തന്നെ മറ്റ് ഷീറ്റുകളും ഉപയോഗിച്ച് ഇവിടെ പൂർണ്ണമായിട്ടും മറച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തു നിന്നും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പുറത്തുനിന്നുള്ള ആളുകൾക്ക് സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടെയുള്ള നാട്ടുകാർ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെയുള്ള നാട്ടുകാർ കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 18-ാം തീയതി പോലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ അപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവന് ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പരാതികളൊക്കെ തന്നെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥേഷ്ടം രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ യഥേഷ്ടം ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. ഇപ്പോൾ JCBയും സമാനമായ രീതിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്തായാലും ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സഹജമല്ല നിലവിലെ ഇവിടുത്തെ കാര്യങ്ങൾ